തൽക്കാലം ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ അതിരാവിലെ എങ്ങോട്ടാന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലോട്ട് പോകണം. അങ്ങനെ ബസ് കയറ്റി വിടാൻ വേണ്ടി ഒപ്പം തോന്നിക്കുകയാണ്. അങ്ങനെ ബസ്സിനകത്തേന് ഇപ്പോൾ ആരുമില്ല ബസ്സിൽ. അങ്ങനെ കുറേ നേരം ബസ്സിനകത്തിരുന്ന് കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്ന് ക്ഷീണിച്ചുകൊണ്ട് കുറച്ചൊക്കെ ഉറങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബസ്സിലെ ഡ്രൈവറായിട്ട് നല്ല കമ്പനിയായിരുന്നു. അപ്പം നേരെ സെൻട്രലിലാണ് പോകുന്നത്. സെൻട്രലിൽ നല്ല ട്രെയിനുള്ളത്. രാവിലെ തന്നെ സെൻട്രലിൽ പോകണം. സമയം 4:15 അപ്പോൾ സെൻട്രലിൽ നിന്ന് 5:30 ട്രെയിൻ. അങ്ങനെ എത്തുമായിരിക്കും, എണ്ണം പറത്തി. അങ്ങനെ ഇനി ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ നമുക്ക് ഡ്രൈവറായിട്ടും കുറേ വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ട്രിപ്പ് പോകാൻ വേണ്ടി. അങ്ങനെ നല്ല കമ്പനി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെ ബസ്സിനകത്തിരുന്നപ്പോൾ ഒരുപാട് ആളുകളൊക്കെ വന്നു. അങ്ങനെ ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞു അമ്പാനൂരെത്തി. ഇവിടെ രാവിലത്തെ എത്ര മണി? 5 മണി ആയില്ല, 4:45 ഉള്ളൂ. നമുക്കിനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. 5:30 ട്രെയിനുള്ളത്. ഇവിടെ ഈ പത്രമൊക്കെ ഇട്ട് തുടങ്ങിയുള്ളൂ. കുറേ ദിവസം ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ട് കണ്ടു. ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇപ്പർ സൈഡ് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്തു. നമുക്കിനി ട്രെയിൻ ഉള്ളിലോട്ട് പോവാം. 4ത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. വേണാട് എക്സ്പ്രസ് ആണ്. 5:36 ട്രെയിൻ. അപ്പം 4ത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നടന്നു പോകാൻ വേണ്ടി നിൽക്കുന്നു. എക്സ്കലേറ്റർ ഉണ്ടോന്ന് തോന്നുന്നു. താഴോട്ടിറങ്ങാൻ നോക്കട്ടെ. ട്രെയിനുകൾ അവിടുത്തെ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. ഇനിയിപ്പം ജനറൽ എവിടെ എന്തോ ഫ്രണ്ടിലായിരിക്കാനാണ് ചാൻസ്. ഇപ്പം അങ്ങോട്ട് നടന്നു പോവാണ്. പിന്നെ എവിടെ സീറ്റ് ചെയ്തപ്പോൾ കയറി ഇരുന്നിട്ടുണ്ട്. എന്നെ കാണാമോ? സീറ്റിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. ഇത് തന്നെ എന്താ ട്രെയിൻ ചോദിക്കണം. ഈ ഫ്ലൈറ്റൊക്കെ ഇട്ടാട്ടോ. ഇത് തന്നെ എന്താ? ഞാനിവിടെ പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ള സ്ഥലത്ത് വന്നിരുന്നു. വേനൊക്കെ കൺഫേം ഒക്കെ ഇട്ടില്ല. അതിരുന്ന് ഒരൊക്കെ ഇറങ്ങി നേരെ പോയി എത്താം. രാവിലെ 9 മണിക്കാണ്. എന്നിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇതിപ്പോൾ രാത്രിയായി. അങ്ങനെ അവിടെ നിന്ന് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ വാഗമണ്ണിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ വാഗമണ്ണിൽ വളരെ റെഡിയായി. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പോവാം. നമ്മളങ്ങനെ വാഗമൺ പോകാൻ പ്ലാൻ ചെയ്തു. ഇവിടെ നിന്ന് എൻ്റെ ബൈക്കും കാണിച്ചു തരാം. എൻ്റെ ബൈക്കിൽ ഇനി വാഗമൺ ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിറങ്ങി. വാഗമൺ, ലെറ്റ്സ് ഗോ. നമ്മളെ വണ്ടി. അപ്പോൾ നമുക്കിനി നേരെ വാഗമണ്ണിലോട്ട് പോകാം. ഇവിടെ ഏകദേശം 90 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോൾ ബാക്കി കയറി അപ്പോൾ ഇനി കുറച്ച് വിഷ്വലൊക്കെ ഉണ്ട്. നേരെ നമുക്ക് വാഗമൺ പോകാം. നമ്മളെ വണ്ടിയിൽ ഇതായിരിക്കുന്നുണ്ട്. നമ്മൾ മാപ്പ് ഇട്ടിട്ട് നോക്കാം. ഇവിടെ ഏകദേശം 92 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാപ്പ് ഇട്ടിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും പുതിയ വണ്ടിയിലൊരു ഡ്രൈവ് ചെയ്യുക. ഇതിൽ കുറേ സ്പെക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കും. അപ്പോൾ എന്തായാലും മാപ്പ് ഇടട്ടെ. അപ്പോൾ ഇനി നമുക്ക് 77 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് തണ്ണീർമക്കം. തണ്ണീർമക്കോ അതിൻ്റെ സ്ഥലം? തണ്ണീർമുക്കം. അപ്പോൾ ഗൈസ്, നമ്മളുടെ അപ്പാച്ചിയിൽ നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. യെസ്. അപ്പോൾ നമ്മൾ ഇപ്പം 15 കിലോമീറ്റർ ആയോളൂ. ഇനി ഒരു 77 കിലോമീറ്റർ കൂടെ തന്നെയുണ്ട്. നമുക്ക് എന്തായാലും ഇനി യാത്ര തുടങ്ങാം. അവൻ ബാക്കി ഇരുന്നിട്ട് അവൻ ചാടി ഇങ്ങ് പറഞ്ഞു. ബാക്കി ഇരിക്കാൻ വലിയ രസമില്ല.
എന്തായാലും അങ്ങോട്ട് പോകാം. പറ്റുന്ന കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. നമ്മളെ ട്രിപ്പ് ഓട്ടോയിലാണ് കേട്ടോ. നമ്മൾ ഓട്ടോയിൽ പോകാമെന്ന് വെച്ചാൽ ഫുൾ മഴ തുടങ്ങി. അപ്പോൾ നമ്മൾ സൈഡിലൊരു ഓട്ടോച്ചാട്ടം നമുക്ക് കയറി ഇരിക്കാൻ പറഞ്ഞു. നമ്മൾ വണ്ടി ഇതോ ബാക്കി ഇരിപ്പുണ്ട്. ഫുൾ മഴയായി. ഒരാളല്ലേ റെയിൻ കോട്ടുള്ളൂ. റെയിൻ വിഷയമില്ല, ഒന്ന് തോരുമെങ്കിൽ പോവാം. അതിൽ പിന്നെ റെയിൻ മോഡ് എല്ലാ മോഡും ഉള്ളതുകൊണ്ട് നമുക്ക് മാറ്റിയിട്ട് ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓണാക്കി അങ്ങ് പോവാം. കൊള്ളാമല്ലേ വണ്ടി നമുക്കൊന്ന് മേളിൽ വേഗം എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ രണ്ടുപേരും അവിടെ ഹെൽമെറ്റൊക്കെ വെച്ച് ഏതോ ഒരു ചാണ്ട് അവിടെ ഉള്ള ചാണ്ട തോന്നിക്കുന്നത് അവിടെ ഇവിടെ കൂടെ ക്യാമറ ഓണാണ്. അങ്ങനെ നിൽക്കുകയാണ്. ഇവന് ബാക്കി ഇരിക്കാൻ ഒരു സുഖമില്ല. എനിക്കാണെങ്കിൽ ബാക്കി ഇരുന്ന് ഇവ എൻ്റെ പുറത്ത് വരും ബാക്കി എൻ്റെ പുറത്ത് വരും ബാക്കി. അതാണ് ഫുൾ ചൂടായിരുന്നു. ഇപ്പം മഴ സമാധാനം. എന്തായാലും കൊള്ളാം. കുറച്ച് നേരത്തെ മഴയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വണ്ടി എടുക്കാൻ പോകണം. ഇനി ഒരു 40 കിലോമീറ്ററും കൂടെ നമുക്ക് കവർ ചെയ്യാറുണ്ട്. എന്നാലും നമുക്ക് വാഗമൺ എത്തും. മഴയാണ്. നമുക്ക് റെയിൻ മോഡൊക്കെ ഇട്ട് ഇനി തകർത്ത് പോവാം. പട്ടണ വിഷ്വൽസൊക്കെ എടുത്ത് കാണിച്ചു തരാം. എന്നിട്ട് മേളിലെത്തിയിട്ട് കാണാം. ഇനി ഹൈ റേഞ്ച് ആണെന്ന് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ എന്തായാലും വണ്ടി കയറി പോവാം. വണ്ടിയിൽ ഫുള്ള് വെള്ളമായില്ലേ, ഇനി ഹെൽമെറ്റൊക്കെ എടുത്ത് തരണം. ഇങ്ങനെ വണ്ടി കയറി നമുക്കിപ്പം നേരെ ബാക്കി കിലോമീറ്ററും കൂടെ കവറാക്കാം. നമ്മളിപ്പോൾ ഏകദേശം 58 കിലോമീറ്റർ ഓടി. ബാക്കി നമുക്ക് മേളിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തി. കണ്ടോ വെള്ളമൊക്കെ അവിടെ നിന്ന് ഒഴുകുന്നുണ്ട്. അവിടെയൊക്കെ ആളുകൾ മീനൊക്കെ പിടിക്കുന്നുണ്ട്. എന്തോ കാണുന്നതാണ് വാഗമൺ. എന്തോ അങ്ങ് കാണുന്നത് അതാണ് വാഗമൺ. അപ്പോൾ അപ്പുറത്തും ഇതുപോലെയാണ്. കുറച്ച് നേരം അവന് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു 35 കിലോമീറ്റർ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. ഇനി 11 കിലോമീറ്റർ ഉള്ളൂ മേളിലോട്ട് പോയി.
അപ്പോൾ എന്തായാലും ഇനി പോകാം. ഇടയ്ക്ക് വെച്ച് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു വീഡിയോ കോപ്പി ചെയ്യാൻ പറഞ്ഞു. എൻ്റെ വീഡിയോ കിട്ടിയെന്ന് കാണിച്ചു തരാം. എന്തായാലും ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. മേളിൽ പോയിട്ട് മേളിലെത്തി പോകണം. ചെറിയ മിസ്റ്റൊക്കെ അവിടെ കാണുന്നുണ്ട്, മഴയും വരുന്നുണ്ട്. നോക്കാം, എന്തായാലും കുറച്ചൊക്കെ വിഷ്വലൊക്കെ കിട്ടിയോളൂ. എന്തായാലും നമുക്ക് മേളിൽ പോയിട്ട് കാണാം. ഓക്കെ, മേളിൽ പോകാം. കവർ ചെയ്ത് വന്ന് നമ്മൾ ചെറിയൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തി. കണ്ടോ, അവിടെ കണ്ടോ, അങ്ങോട്ടുണ്ട് കാണിച്ചു തരാം. അടിപൊളി സ്ഥലം. മിസ്റ്റൊന്നും ഇതുവരെ ഇറങ്ങിയില്ല. അതിന് വൈകിട്ടാവുമായിരിക്കും. അവിടെ കുറച്ച് വെയിലുണ്ട്, ഇവിടെ വെയിലില്ല. പക്ഷെ മഴ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. കേട്ടോ, അടിപൊളി സ്ഥലം. കൊക്ക പോലെ കിടക്കണം. പിന്നെ മേളിലൊക്കെ കാണാൻ പറ്റും. വണ്ടി തോരിപ്പുണ്ട്. നല്ല അടിപൊളി റോഡ് കണ്ടോ. അപ്പം ഇനി ഒരു 5 കിലോമീറ്ററും കൂടെ മുകളിലോട്ടുള്ളൂ. പിന്നെ മുകളിലോട്ട് പോവാം. കുറച്ചൊക്കെ വിഷ്വലേ കിട്ടിയുള്ളൂ. എന്തായാലും നമുക്ക് മുകളിൽ പോകാം. മുകളിൽ എന്താണെന്ന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വാഗമൺ ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പം എന്തായാലും മുകളിൽ പോകുമ്പോൾ കാണാം. കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനി എന്തായാലും 5 കിലോമീറ്ററില്ല. അപ്പോൾ ഇവരെ കൊണ്ട് 2-3 കിലോമീറ്റർ ഓടിപ്പിക്കാം. വാവ്, വാട്ട് എ വ്യൂ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെയൊക്കെ വെയിൽ വന്നു. അമ്മച്ചി ഇതിപ്പോൾ കയറാൻ തന്നെ ഏണിപ്പിടിക്കണമല്ലോ. യെസ്, ലെറ്റ്സ് ഗോ. ഇതിൻ്റെ താഴെ കണ്ടോ ഹൊമ്പു കൊക്ക. എന്തോ കാറ്റിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോകാം. ഇനി പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ സമയം 2 മണി അല്ല 1:30 ആയതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മുകളിലോട്ട് ഫുഡ് കഴിക്കാം. എന്നിട്ട് നമുക്ക് വണ്ടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വാവ്, മിസ്റ്റൊക്കെ ഇറങ്ങി തുടങ്ങി. ചെറുതായിട്ട് തണുപ്പൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ടേ ഫുഡ് കഴിക്കാം. കഴിച്ചപ്പോൾ അങ്ങനെ ഒരു ഹോട്ടലുണ്ട്. നമുക്കിവിടെ കയറി കഴിക്കാം. കഴിച്ചിട്ട് വരാം.
എന്നിട്ട് നമുക്ക് അങ്ങോട്ടൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ എന്തായാലും പോയി കഴിക്കാം. ശേഷം നമ്മളിങ്ങനെ ഫ്രൈഡ് റൈസ് എല്ലാം ഓർഡർ ചെയ്ത് ഇനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ടാവും ബാക്കി യാത്ര. ഇതങ്ങനെ ഓർഡർ ചെയ്ത് 92 കിലോമീറ്റർ ഓടിച്ച് ഇനിയും കുരിശാല കാരണമെങ്കിൽ വീണ്ടും ഓടിക്കണം. ഇവൻ്റെ വണ്ടിയാണ് കേട്ടോ, ഇവൻ്റെയാണ് പുതിയ വണ്ടി. നമ്മളങ്ങനെ ട്രിപ്പ് അടിച്ചാണ്. കൊള്ളാം, അടിപൊളി. പക്ഷെ അധികം വീഡിയോ വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല, കാരണം ഗോപ്രോ എടുത്താലും പറ്റില്ലായിരുന്നു, മഴയായിട്ട് ഗോപ്രോ എടുത്താലും പറ്റില്ലായിരുന്നു. പക്ഷെ നല്ല ക്ഷീണിച്ച്, ഇന്നലെ ഇറങ്ങിയതല്ലേ, മുഖത്തെല്ലാം ചുവന്നു, ചൂട് തണുപ്പായിട്ട് മുഖമൊക്കെ ചുവന്നു. അങ്ങനെ നമ്മൾ നൂഡിൽസ് ഓർഡർ ചെയ്യും, നൂഡിൽസ് അല്ല ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യും. ഇനി അത് കഴിക്കണം. അല്ലടാ വണ്ടി സൂപ്പറായി പോലെ കണ്ണൊക്കെ ഉണ്ടായിരിക്കണം, ഉറക്കപ്പിച്ചില്ല. ഇന്നലെ രാത്രി ഉറങ്ങി ഇത് നേരെ രീതിയായി. ഇവൻ്റെ ഷീറ്റ് എടുത്തോണ്ട് ഇനിയിപ്പം മേളിലോട്ട് കയറാൻ പറ്റും നോക്കണ്ട. എന്നിട്ട് തിരിച്ച് 2-2.5 മണിക്കൂറുള്ള യാത്ര. പോ കഴിക്കട്ടെ. നമ്മളെ ഫ്രൈഡ് റൈസ് വന്നു. ഇവിടെ അടിയാണ് കേട്ടോ, ഓണറും അമ്മച്ചായിട്ട്. നമുക്ക് കഴിക്കാം. അങ്ങനെ ആവി പറക്കണ സാധനവും നമ്മളുടെ വണ്ടി. ഇല്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് ആലപ്പുഴ കഴിച്ചതില്ലാതെ ഇപ്പം മഞ്ഞ് പറഞ്ഞു തിന്നില്ല, കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെയൊക്കെ മഞ്ഞ് വന്നു കണ്ടോ. പക്ഷെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അപ്പം ഇനി മിസ്റ്റൊക്കെ മാറി ചെറിയ മഴയും തുടങ്ങി. അപ്പം നമുക്ക് പോവാം, തിരിച്ച് പോവാം. തിരിച്ച് താഴോട്ടേക്ക് കുറേ ഫോട്ടോ എടുക്കാം. എന്തായാലും വണ്ടി കയറി പോവാം. പക്ഷേ അങ്ങനെ നമ്മൾ വാഗമണിൻ്റെ ടോപ്പ് വ്യൂവിലെത്തി. വണ്ടിയൊക്കെ അവിടെ വെച്ചപ്പോൾ ഫുൾ മിസ്റ്റ് ഇറങ്ങി, നല്ല ഇരുട്ടായി, ഒടുക്കത്ത വൈബായി. തിരിച്ച് പോകുമ്പോൾ കാണാൻ വല്ലതും പറ്റുന്നതാണ്, നല്ല ഇരുട്ടായി. ഒടുക്കത്തെ നാളുമ്പോൾ കയ്യിലൊക്കെ മുടിയൊക്കെ കഴിഞ്ഞിട്ട് അത്രയും കാണുന്നുണ്ട് കേട്ടോ ആ മിസ്റ്റ്. ഞാൻ അധികം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വ്യൂ കണ്ടോ. തണുത്ത കാര്യം. നിങ്ങൾക്കൊരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. വീഡിയോ കാണുന്ന പോലെ അല്ല, ഒടുക്കത്തെ മഞ്ഞായി, ഫുൾ മഞ്ഞായി. വണ്ടി മഞ്ഞ്. വാവ്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് താഴോട്ട് പോകണം. കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് കണ്ടോ, വെള്ളമൊക്കെ വരണുണ്ട്, വെള്ളമൊക്കെ വരണുണ്ട്, താഴെ വിളിച്ച് പറഞ്ഞുണ്ട്. നമ്മളിവിടെ നിന്നും താഴോട്ട് ഇറങ്ങുവാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. ഒടുക്കത്തെ പോയി. ഇപ്പോൾ മിസ്റ്റൊക്കെ പോയിട്ട് തെളിഞ്ഞു വന്നു. നമുക്ക് എന്തായാലും കയറിപ്പോൾ വണ്ടി ഇപ്പോൾ ഏകദേശം 95 കിലോമീറ്റർ ഓടി. ഇനി താഴോട്ട് തിരിച്ച് നമുക്കൊരു 96 അടുപ്പിച്ച് ഓടാറുണ്ട് കേട്ടോ. താഴോട്ട് പോവാം. കട്ടിന വിഷ്വൽസൊക്കെ എടുത്ത് കാണിക്കാം. എന്തായാലും പോവാം.
അവിടെ നിന്നൊക്കെ താഴെ വന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തി. കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ, ഒരു 35 കിലോമീറ്റർ. ബാക്കിയെല്ലാം കവർ ചെയ്ത് നമ്മളെത്തി. ഒരു ജ്യൂസ് കുടിക്കട്ടെ, ജ്യൂസ് കുടിച്ച് കുറച്ച് പവർ ആക്കിയിട്ടാണ് ബാക്കി കൂടെ ഓട്ടി. കുറച്ചൊക്കെ വിഷയം കിട്ടിയില്ലേ, കുറേ ഒക്കെ എടുക്കാൻ പറ്റിയില്ല, പറ്റുന്നതൊക്കെ എടുത്ത്. സൂപ്പറില്ലാത്ത വിഷയമുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ലൈം ഓർഡർ ചെയ്യും, ലൈം കുടിച്ചിട്ടാവും. അങ്ങനെ ഒരു പപ്സും കഴിക്കാം, ഇനി സോഡ നാരങ്ങ കൂടെ കുടിക്കാം. എന്നാലേ ഇനി പകുതി ഓണം. അപ്പോൾ പകുതി ഓഫായി. ഇത് രണ്ടും കഴിച്ചിട്ട് വേണം ബാക്കി. അത് കഴിച്ചിട്ട് തരാം, കഴിക്കുന്നതാണ് എൻ്റെ പുറകിൽ. ഇപ്പോൾ നാരങ്ങ വെള്ളം കുടിച്ച് നമുക്ക് ബാക്കി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഇത്രയും ദൂരം ഓടിച്ചല്ലേ, ചെറിയ വൈബ്രേഷനൊക്കെ ഉണ്ട്, അതിൻ്റെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഓടിക്കാം. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ ഇനി ഇങ്ങനെ ഇടണോ അല്ലേ? അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വരാം. ടോട്ടൽ നമ്മൾ 183 കിലോമീറ്റർ ഓടി. ആവറേജ് കിട്ടിയ മൈലേജാണ് 31 മൈലേജ് കിട്ടി. വാവ്, കൊള്ളാം, നല്ല വണ്ടി. ഇത്രയും പവറും ഉണ്ട്, മൈലേജും ഉണ്ട്, കൊള്ളാം, ഗുഡ്. നമുക്ക് വൈകുന്നേരം ബീച്ചിലും കൂടെ പോയിട്ട് വീഡിയോ അവസാനിപ്പിക്കും. കുറച്ച് നേരം ഇനി ഇതിൻ്റെ ടെറസിൽ ഇരിക്കുക, എന്നിട്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പോവാം. സൺസെറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ്, 2 കിലോമീറ്റർ ഉള്ളൂ, മാരാലി ബീച്ച്. നമുക്ക് അവിടെ പോയി സൺസെറ്റ് കാണുന്നത്. അവൻ്റെ ടോപ്പ് വ്യൂ. അവൻ്റെ ടെറസിൽ കയറി നിൽക്കുകയാണ്. കൊള്ളായിരുന്നു, അന്നത്തെ റൈഡ് അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എത്ര വിഷ്വൽ കിട്ടിയെന്ന് അറിയില്ല, കാരണം ഞാൻ മാക്സിമം എൻജോയ് ചെയ്യായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല. എന്നാലും പറ്റുന്ന പോലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത്, പിന്നെ ഇൻസ്റ്റയിലൊക്കെ കുറേ ഫോട്ടോ ഒക്കെ ഇടാം. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങൾ കണ്ട് സന്തോഷിച്ചോ. അടിപൊളി സ്ഥലം. നിങ്ങളെന്തായാലും വാഗമൺ പോകണം കേട്ടോ, പോകാത്തവരുണ്ടെങ്കിൽ പോകണം. ഒരു പ്രത്യേക സ്ഥലം. നമ്മൾ പൊന്മുടി പോലെയും ഞാൻ കുറച്ച് സ്ഥലമേ പോയിട്ടുള്ളൂ, അതുപോലെയല്ല വാഗമൺ, വേറെ രീതിയാണ്. നിങ്ങളെന്തായാലും പോയി നോക്കണം. മാരക സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്നിട്ട്, ഇപ്പോൾ 5:45 ആയതേ ഉള്ളൂ, ഒരു 6 മണിയൊക്കെ അടുപ്പിച്ചാകുമ്പം ബീച്ചിലോട്ട് പോകാം. അപ്പോൾ സൺസെറ്റ് ചെറിയൊരു 5:55 ആകുമ്പോൾ ഭാവിയും കൂടെ കാണില്ല. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സ്റ്റാർട്ടിങ് എവിടെയെന്ന് പറഞ്ഞാൽ ഇന്ന് ട്രെയിൻ അറിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വീട്ടിലേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും ബീച്ചിൽ പോയിട്ട് കാണാം. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് നേരം ബീച്ചിലോട്ട് നടന്നു പോകും. ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ, 1 കിലോമീറ്റർ ഉണ്ട്, നടക്കാം. എത്ര നേരം വണ്ടി ഓടിച്ചല്ലേ, തളർന്നു. ആ വണ്ടി ഓട്ടിക്കാൻ സുഖമാണ്, ബാക്കി ഇരിക്കേ നടുപിടിക്കില്ല. എനിക്ക് പിന്നെ രക്ഷയില്ല, ഞാൻ ഫുൾ ഓട്ടിക്കായിരുന്നു. പക്ഷെ കൈ വൈബ്രേഷൻ, ചെറിയൊരു വൈബ്രേഷൻ. ഇവർ 15-20 കിലോമീറ്റർ ഓടിച്ചു, ബാക്കിയില്ല. കുഴപ്പമില്ല, അടിപൊളി, രക്ഷയില്ല. എന്തായാലും ബാഗാണ്. പോയ അത്രയും പോലീസ്. നമുക്കിനി കുറച്ച് പോലീസിനെ കുറിച്ച് പറയാം. എൻ്റെ പൊന്നോ, ഇങ്ങനെയുള്ള കുറച്ച് പോലീസുകാരന്മാരാണ് ബാക്കിയുള്ളവർക്ക് നടക്കാൻ പോലും പറ്റില്ല. നടക്കാനല്ല, വണ്ടി പോകാൻ പറ്റില്ല. പിടിച്ച് നിർത്തി. ഞാൻ നൈസായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് വരായിരുന്നു. ഞാൻ പിന്നെ പതിയെ കൊണ്ട് നിർത്തി. പറഞ്ഞു, എന്താ നിനക്ക് നിർത്താൻ ഒരു മടി? ഇല്ല സാർ, ആദ്യമായിട്ട് വണ്ടി എടുത്ത് എന്നൊക്കെ ചുമ്മാ തള്ളിയിട്ട്
എന്നിട്ട് അങ്ങനെ വലിയ കാര്യത്തിൽ വന്ന് പോക്കറ്റിലൊക്കെ തപ്പി നോക്കി എല്ലാം ഉണ്ടാകുന്നൊക്കെ നോക്കി. എന്നിട്ട് അതിന് എൻ്റെ ബാഗൊക്കെ വാങ്ങിച്ച് നോക്കണം. എവിടെ വീട് ഡയലോഗ് ആക്കണം. നമ്മളെന്തോ അവൻ്റെ വീട്ടിൽ കയറിയിട്ട് മോട്ടിച്ചിട്ട് വന്നു നോക്കണ പോലെ 3-4 ഉണ്ട്. ഫോട്ടോ കണ്ടല്ലേ, വലിയ കണ്ടല്ലേ, 3-4 ഉണ്ട്. എന്നിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ ആദ്യം കുറച്ച് നേരം പൊക്കി വെച്ച്. എന്നിട്ട് പിന്നെയും പറഞ്ഞു എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പറയാത്തെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് മാത്രം പറയാത്തത്. നേരെ ഒന്ന് ഡോൺ വിളിച്ചു തോന്നുന്നു. ഒരു യൂണിഫോം ഇല്ലാത്ത ഒരാൾ വന്നിട്ടില്ലേ ഫോൺ ഓഫ് ചെയ്തിടാ എന്നൊക്കെ പറഞ്ഞു ഡോൺ വിളിച്ചു. പിന്നെ എന്ത് ചെയ്യേ, വേറെ ഒരു സ്ഥലമായതുകൊണ്ട് വിട്ട് പ്രോപ്പറോ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. ഇവനെ പോലെ ഉള്ളവന്മാരെ നിങ്ങൾ നാട്ടുകാരെല്ലാവരും അറിയണം, ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും അറിയണം. ഇങ്ങനെയുള്ളൊരു കാരണം ബാക്കിയുള്ളവർക്കാണ് ശല്യം. എല്ലാവരും അങ്ങനെയല്ല, ചിലവർ മാത്രം. അതിൽ നിന്ന് എല്ലാവരും അല്ല, ഒരാളാണ് യൂണിഫോം ഇടാതെ ഈ ഷോ കാണിച്ചത്. എന്നിട്ട് ഒരുമാതിരി ഡേ എന്നൊക്കെ വിളിയാണ്. ഡേ എന്നൊന്നും വിളിക്കാൻ എൻ്റെ ഒന്ന് വീട്ടിൽ നിന്നല്ല കൊണ്ടിരുത്തിയത്. അങ്ങനെയൊന്നും വിളിച്ചുകൂടെന്ന് അവനും അറിയായിരിക്കും. കൊച്ചു പിള്ളേരല്ലേ, അങ്ങനെ വിളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ കഷോ. അതൊക്കെ വിട്, നമുക്ക് എന്തായാലും ബീച്ചിലോട്ട് നടന്ന് പോവാം. പക്ഷേ നമ്മളിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ നടക്കാനുണ്ട്, കുറേയൊന്നുമില്ല, ഒരു 500 മീറ്റർ നടക്കാൻ കാണും. നടന്ന് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെയൊക്കെ കണ്ട് നടക്കാം. ഇന്നലെ വണ്ടി വന്ന സ്ഥലം ഇന്ന് കണ്ട് നടക്കാം. ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങി. ഇപ്പോൾ സമയം എത്ര 6:15 എന്തോയി. പക്ഷെ ഒരുപാട് കിടിലം പഴയ കെട്ടിടങ്ങൾ എന്നുവെച്ചാൽ തറവാട് പോലത്തെ സ്ഥലമല്ലേ, തറവാട് പോലത്തെ കെട്ടിടമല്ലേ, അതുപോലത്തെ സ്ഥലം. കൊള്ളാം, അടിപൊളി സ്ഥലം. ഗ്രാമം അതിൽ ബീച്ചിൽ നടന്ന് കാലി കഴിച്ച് വണ്ടിയിലിരുന്നിരുന്ന് വണ്ടി ഓട്ടിക്കാൻ പാടില്ല. നടക്കാൻ എല്ലാം കൊണ്ട് അവസ്ഥയായി. പോവാം. 2 വളവ് എന്ന് പറഞ്ഞാൽ 4-5 വളവായി. മറ്റേ സിനിമ കളിക്കുകയാണെന്ന് തോന്നുന്നു. നടക്കാം. പട്ടിക്കൂട്ടം അതുകൊണ്ട് ഒരു കുളം. നടന്നു പോകുമ്പോൾ ഇങ്ങനത്തെ പല കാഴ്ചകളും കാണാം. കടിയൊന്നും കിട്ടല്ലേ, ചോറിപ്പട്ടി. പക്ഷെ ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. സൂര്യനെ കണ്ടോ, അസ്തമിച്ച് പണ്ടാരടങ്ങി പോകുന്ന സൂര്യൻ. അതെ, കടലിൻ്റെ അടിയിലായി കഴിഞ്ഞാണ്. നമ്മളെന്തായാലും ചുമ്മാ ജസ്റ്റ് ഒന്ന് പോയി ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അറിയില്ല പറഞ്ഞു അയ്യോ പോണം. അപ്പോൾ നമുക്ക് നടന്ന് എവിടെ എത്തി, എന്താ ഒരിടത്ത് എത്തിയില്ല, നടക്കട്ടെ. ഇതുവരെ ഒരിടത്ത് എത്തിയില്ല, പക്ഷെ കുറേ വ്യൂ കണ്ടു കേട്ടോ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടോ? 2 വളവില്ലേ? അതെ, 2 വളവെന്ന് പറഞ്ഞാൽ 100 വളവായി. ഇനി എത്ര വളവുണ്ട്? ഓക്കെ, അടുത്ത വളവും കൂടെ കാണാം. ബീച്ചെത്തി. പക്ഷെ നമ്മൾ താമസിച്ച് കുറച്ച് ഇരുണ്ട് പോയെന്നേ ഉള്ളൂ. നമ്മളങ്ങനെ നടന്ന് ബീച്ചിലെത്തി. ഒരു രക്ഷയില്ല തയ്ച്ചേട്ടോ, അടിപൊളി വ്യൂ. എന്ത് പറയാനില്ല, വീഡിയോ കിട്ടണ പോലെ അല്ല കേട്ടോ. നല്ല രസമുള്ള ബീച്ച്. കോവളവും വിഴിഞ്ഞോ ശംഖുവും കണ്ടി അവിടെ നിന്നാണ്. നല്ല വിശാലമായ ബീച്ച്. നമ്മൾ അങ്ങും കിടക്കുന്ന ഇങ്ങോട്ടും ഉണ്ട്. നല്ല വിശാലമായ ബീച്ച്, ഒരു ശല്യമില്ല. കൊള്ളാം ബീച്ച്. പക്ഷെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ വരേണ്ടത്. കുഴപ്പമില്ല, നല്ല നീളമുണ്ട്. പക്ഷെ ഇതിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. 2 കിലോമീറ്റർ വെച്ചാണോ? അങ്ങോട്ടുണ്ട്. കുറച്ച് ഇരുട്ടായി പോയി. ഫോണായിട്ട് കുറച്ച് വെളിച്ചം തരും. അത് കണ്ടോ? അടിപൊളി ബീച്ച്. ഐഫോണായിട്ട് ഇത്ര വെളിച്ചം കിട്ടും, അല്ലാതെ ഇത്ര വെളിച്ചമില്ല കേട്ടോ. പക്ഷെ നല്ല ശാന്തമായ ബീച്ച്. ഇനി ഒരു ദിവസം നമുക്ക് വണ്ടി എടുത്ത് നൈസായിട്ട് വരാം. പക്ഷെ അടിപൊളി ബീച്ച്. വണ്ടി ഓടിക്കാനല്ല, അല്ലാതെ വരാം. കൊള്ളാം. നീന്തൽ ഞാൻ ഇറങ്ങാനില്ല. ഞാൻ വീട്ടിൽ കൊടുത്ത് വാക്കാണ്, വെള്ളത്തിൽ ഇറങ്ങില്ല. അത് ഞാൻ പാലിക്കണ്ടേ. അതെ, സ്റ്റെറ അടിക്കാൻ വയ്യെന്ന് പറഞ്ഞ ഡ്രസ്സ് തന്നെ, അതുകൊണ്ട് മാത്രം. ഗൈസ്, അപ്പോൾ നമ്മളടുത്ത് ബീച്ച് കണ്ടിങ്ങനെ നടന്ന് പോകാണ്. ഒട്ടും വെളിച്ചമില്ല, നമ്മളങ്ങനെ ഫ്ലാഷൊക്കെ ഇട്ടതൊക്കെ. അപ്പോൾ എന്തായാലും മാരാരി ബീച്ച്, ഇതാണ് മാരാരി ബീച്ച്. കൊള്ളാം, അടിപൊളി ബീച്ച്.
എന്തായാലും ഇവൻ്റെ വീട്ടിൽ വന്നതിൽ ഒരുപാട് സ്ഥലം കണ്ട് മറ്റുള്ളവരൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക, ഇവൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ഇവൻ്റെ പേര് അരവിന്ദ് കൃഷ്ണനാണ്, എൻ്റെ പേര് അശ്വിൻ ജേസ്. എന്തായാലും അതും ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടെ ബീച്ചൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇവൻ്റെ വീട്ടിൽ ഫുഡും കഴിച്ച് അതിരാവിലെയാണ് ട്രെയിന്. അപ്പോൾ നാളത്തെ വീഡിയോ നമുക്ക് നാളെ വന്ന് വീട്ടിൽ പോയിട്ട് അങ്ങനെ എൻഡാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡാക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ വാഗമൺ പോയി, ഇന്നലെ വന്ന്, എന്നിട്ട് ഇന്ന് രാവിലെ വാഗമണൊക്കെ പോയത്, എന്നിട്ട് ഇതാ ഇപ്പോൾ ആ ബീച്ചിൽ വന്ന് ഇനി വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. അത്രയൊക്കെ തന്നെയാണ്. രാത്രി എന്തെങ്കിലും ഷോർട്സ് ആയിട്ട് ഞാൻ എന്തായാലും ഇടാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ.